മൂന്ന് കഥാപാത്രങ്ങളിലൂടെ 3 വ്യത്യസ്ത വേഷപ്പകർച്ചകളിലൂടെ അദ്ദേഹത്തിന് അത് തരാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മെയ് വഴക്കത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഈ സിനിമയിൽ ഉടനീളമുണ്ട്. ഇപ്പോൾ കളരി ഫൈറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു ഫൈറ്റ് സീക്വൻസസ് ആയിക്കോട്ടെ, ഇതെല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പിന്നെ സിനിമയുടെ തുടക്കത്തിലും അവസാനത്തിലും നമുക്കൊരു കുറച്ച് സൂപ്പർ സ്റ്റാർ മോഹൻലാലിൻ്റെ ഒരു കുറച്ച് നറേഷൻ ഉണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ഫിലോസഫിക്കലായിട്ടോ ഏതൊക്കെ അപ്രോച്ചിൽ എടുക്കാം. ഫിലോസഫിക്കൽ അല്ലെങ്കിൽ കുറച്ച് ഡിവോഷണലോ അല്ലെങ്കിൽ ഒരു മിസ്റ്റിക്കൽ അങ്ങനത്തെ രീതിയിൽ പല കാര്യങ്ങളിലൂടെ നമുക്കിത് അപ്രോച്ചിൽ ഇത് എടുക്കാം. അപ്പോൾ ടോവിനോ എന്നുള്ള നടൻ വളരെ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടാതെ പിന്നെ ഒരു ഈ സിനിമയിൽ വന്നു പോകുന്ന എല്ലാവരും വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഈ ഒരു പെർഫോം ചെയ്തിരിക്കുന്നത്. അപ്പം ഒരു എന്താ പറയുക, ഇതൊരു മാസ് മസാല ആക്ഷൻ ട്രിക്ക്, അതായത് എഡിറ്റ് ഒന്ന് വിസിലടിക്കുക അല്ലെങ്കിൽ മാസ് BGM അങ്ങനത്തെ അല്ല. ആ സിനിമയ്ക്ക് ഉതകുന്ന രീതിയിലുള്ള ഒരു പതിഞ്ഞ താളത്തിൽ പോയി, എന്നാൽ അതേ രീതിയിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഈ സിനിമ എടുത്തത്. അങ്ങനത്തെ കുറെ എലിമെന്റ്സ് നമുക്കുണ്ട്. അത് കുറച്ച് എലിമെന്റ്സ് മാത്രമേ പറഞ്ഞുള്ളൂ. അതായത് പഴയ കാലഘട്ടം, അതായത് ഇപ്പൊ ഈ ഒരു സിനിമയിൽ എനിക്ക് മനസ്സിലായത് അവസാന കാലഘട്ടം കാണിക്കുന്നത് ഒരു 80s ആണ്. അതിന് മുമ്പേ കാണിക്കുന്നത് ഒരു 40s 50s എന്ന് പറയാം. പക്ഷെ അതിനു മുമ്പ് ഒരു 200 വർഷങ്ങൾക്ക് മുമ്പ് 150 വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനത്തെ രീതിയിലാണ് ഇത് കാണിക്കുന്നത്. അപ്പം കുറച്ച് ഫൈറ്റ് സീക്വൻസേ ഉള്ളൂ. നമുക്കപ്പോൾ പഴശ്ശിരാജ എന്ന് പറയുമ്പോൾ എൻറ്റയർ സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഒരു ചരിത്ര പുരുഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പൊ ഇതൊരു സാങ്കല്പിക കഥയാണ്. അപ്പം അതിൽ വന്നു പോകുന്ന കഥാപാത്രങ്ങളാണ്. ടോവിനോ വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ മെയ് വഴക്കം വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യത്തിലൂടെയാണ് ഈ ഒരു സിനിമയുടെ പല സീക്വൻസുകളും കടന്നു പോകുന്നത്. അത് നല്ല രീതിയിൽ, അതായത് അദ്ദേഹം പഴയ കാലഘട്ടത്തിൽ ഒരു വാരിയറായിട്ട്, വാരിയർ എന്ന് പറയുമ്പോൾ മനസ്സിലായല്ലോ അതിന്റെ മലയാളം എന്താണ് പെട്ടെന്ന് കിട്ടുന്നില്ല. അപ്പോൾ പിന്നെ അത് രണ്ടാമത്തെ കാലഘട്ടത്തിൽ വരുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു കള്ളനായിട്ടാണ്, പിന്നെ അതേ സമയം അദ്ദേഹത്തിന്റെ ചെറുമകനായിട്ടാണ് അവസാനം വരുന്നത്. അപ്പം ഈ എല്ലാ ക്യാരക്ടേഴ്സിനും എന്തൊക്കെയാണ് ആവശ്യമുള്ളത് ആ രീതിയിലുള്ള ഇത് കടന്നു പോകുന്നത് നല്ല രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഫാമിലി, കുടുംബങ്ങൾക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ തന്നെ ആയിരിക്കും. ഇപ്പോൾ ഒരു മലയാള സിനിമ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അറിയാമല്ലോ, അതിന് വ്യക്തമായിട്ട് നമുക്ക് എന്താ പറയുക, നല്ല ഒരു മിനിമം ഗ്യാരണ്ടി എല്ലാവർക്കും തരാൻ പറ്റും. അപ്പോൾ സിനിമയിൽ വന്നു പോകുന്ന എല്ലാവരും അതിനാവശ്യമായ രീതിയിലുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ് എല്ലാവരുടെ ഭാഗത്തുനിന്നും കാഴ്ചവെച്ചിരിക്കുന്നത്.